ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ അമ്മായിയുടെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. അനിയത്തിയും ഇഷ്മോളും ഞാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഉപ്പാടെ പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ എത്താറായിട്ടോ. ഇതാണ് കേട്ടോ അമ്മായിയുടെ വീട്. ഞങ്ങളൊരു 2 മണി ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന പടനെ നമുക്ക് ജ്യൂസൊക്കെ കിട്ടി. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അമ്മായിയും മക്കൾസൊക്കെ വെച്ചതായിരുന്നു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും പുഴ ഉണ്ട് കേട്ടോ. ചാലിയാർ പുഴ പോകുന്നത് അമ്മായിയുടെ ആ ഭാഗത്തു കൂടെയാണ്. ഞങ്ങൾ എപ്പോൾ അങ്ങോട്ട് ചെന്നാലും പുഴയിലൊന്ന് പോകട്ടോ. താഴെ ഭാഗത്തും മേലെ ഭാഗത്തുമായിട്ട് പുഴ പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോവാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പുഴയിലേക്ക് പോകുന്ന വഴി. മറ്റേ അമ്മായിസും മക്കൾസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പുഴയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തിരിച്ചു പോകണം കേട്ടോ. അടിപൊളിയാട്ടോ പുഴ കാണാനും. എന്തൊരു ഭംഗിയാന്ന് കാണാൻ പറയുമ്പോൾ നല്ല മഴ പെയ്യുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണലിൽ നല്ല തേങ്ങാവെള്ളം പോലെ തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിന്നെ കുറേ സമയമൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ വൈകുന്നേരം എന്തൊരു ഭംഗിയെന്നോ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ. പക്ഷേ എനിക്ക് പുഴയിൽ പൊതുവെ ഇറങ്ങുന്നത് ഭയങ്കര പേടിയാണ്. അങ്ങനെ അതൊക്കെ കണ്ടില്ലേ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കണ. അവരൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവിടെയൊന്നും വലിയ ആഴമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവരങ്ങനെ അവിടെ ഇതായിക്കൊണ്ടിരിക്കുക. അവിടെ അർമാദിക്കാണ് കേട്ടോ. പുഴയില്ലാണ്ട് ഇതൊക്കെ പറഞ്ഞാൽ അവനാൻ്റെ വീടിൻ്റെ അടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ഇതല്ലേ. ഇത് അതിനേശമുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ ഇഷ്മോൾ ആദ്യമൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അവൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഇറങ്ങിയിട്ടോ. നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ വൈകുന്നേരം ഇവിടെ പറഞ്ഞാൽ വല്ലാതെ അവിടെ ആളൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നവരൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളവിടെ ഇതിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. അതിന് ശേഷം എൻ്റെ അനിയത്തി ഇറങ്ങി. ഇവളൊക്കെ ഇറങ്ങണുണ്ട്. അവൾ ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം മീൻസ് നല്ല ഇരുടാവാനായി ആ ടൈമിക്ക് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ പോകണം. പിന്നെ വേറൊരു അമ്മായിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇത്രയ്ക്ക് ഇരുട്ടായിന് കേട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ ഓരോ കാഴ്ചകൾ കണ്ടിട്ടോ. ഇതൊക്കെ ഓരോരുത്തർക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു. കറിവേപ്പില, പിന്നെ ഉണക്ക കപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊടിച്ച് പുട്ടിച്ചുട്ട നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ അമ്മായിക്കൊക്കെ കൊണ്ടുവന്ന ജിലേബി ആയിരുന്നു കേട്ടോ. ശർക്കര ജിലേബിയും പഞ്ചസാര ജിലേബി ഇരുന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്മോളും ഫ്രണ്ട്സും, ഇഷ്മോളത് പറയേണ്ടതുണ്ടല്ലോ, അവൾ എവിടെ ചെന്നാലും കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മിണ്ടാതിരിക്കും കേട്ടോ. പിന്നെ പെട്ടെന്ന് കൂട്ടാം. ഇതിപ്പോൾ അവിടുന്ന് കിട്ടിയ കൂട്ടാണ്. അങ്ങനെ ഞാൻ പഞ്ചസാരൻ്റെ മിഠായിയാണ് കേട്ടോ എടുത്തത്. എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം. മറ്റേതും പോവും, പക്ഷെ അതിലാറ് ഇഷ്ടം എനിക്കിതാണ്. പിന്നെ അതിന് ശേഷം അമ്മായിക്കൊക്കെ കൊണ്ടുവന്ന ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മായിക്കാക്ക് തന്നെ നല്ല സാധനമൊക്കെ കൊണ്ടുവരും കേട്ടോ. ഞങ്ങൾ പുഴയ്ക്ക് പോയപ്പോൾ സിപ്പപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ വല്യമ്മ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വണ്ടിയാണ് ഗായ്സ് ഇത് കേട്ടോ. ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളൊക്കെ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഈ വണ്ടിയിലൊക്കെ കയറി പോകാറാണ് ആലോചിക്കാൻ വയ്യ കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്മോൾ ചോദിക്കണ്ടേ നമ്മൾ ഇതിലാണ് പോകുന്നത് ആണെന്ന് പറഞ്ഞപ്പോൾ അവളറിയാം, അല്ലോ എനിക്ക് വയ്യ, എനിക്ക് എന്തൊരു ഇഷ്ടമാണോ കാറ്റും കൊണ്ട് പോണത് അങ്ങനെ എന്നൊക്കെ പറയണ്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് തള്ളിയതായിരിക്കാം. അങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങളെ ബാണ്ടക്കെട്ടുകളും എല്ലാമായിട്ട് കയറിപ്പോന്നും നമ്മളെ നാട് കടത്തുകയാണ് ഗൈസ്. അതേപോലെ ഞങ്ങൾ പോണത്. അമ്മായിയൊക്കെ അങ്ങനെ ഇരിക്കണ്ടിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് എൻ്റെ ഉപ്പ അവർ നമ്മൾ യാത്ര അയക്കട്ടെ, നമ്മൾ കയറണമെന്ന് കണ്ടിട്ട് അവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ. എൻ്റെ ഉപ്പാക്ക് ഇതേപോലെ ഗുഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പോയി യാത്ര ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ത്രില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പണ്ട് പറഞ്ഞില്ലായിരുന്നു കുറഞ്ഞ വീഡിയോയിൽ അമ്മായികളൊക്കെ നമ്മളെ വൈബിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അമ്മായിയൊക്കെ മാഷാ അല്ലാഹ് അടിപൊളി നിന്നിട്ട് ഞങ്ങൾ ചിരിച്ചുണ്ടാക്കി. അതപ്പോൾ ഞങ്ങൾ അമ്മായിനോട് മിണ്ടാതെ നിൽക്കുമ്പോൾ പറയും, അമ്മായി സ്വലാത്തില്ലാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അനുഭവമായിരുന്നു. പക്ഷേ മഴ പെയ്താൽ
പണിപ്പാളിട്ടോ അത്രയ്ക്കായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത്. ഏതൊരു വണ്ടി പോയാലും ഇങ്ങനൊരു വൈബ് കിട്ടില്ല കേട്ടോ. കാറിലായിക്കോട്ടെ ബൈക്കുമേലൊക്കെ പക്ഷേ ബൈക്കുമേൽ നമ്മളൊരു 3 പേരല്ലേ എത്തുള്ളൂ. ഇത് കാറിലായിക്കോട്ടെ ജീപ്പിലായിക്കോട്ടെ ഇതൊരു വൈബ് തന്നെയായിരുന്നു, ഒന്നൊന്നര വൈബ്. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അമ്മായിൻ്റെ വീട് എത്താറായിട്ടാണ്. പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നേരെ. അതുകൊണ്ട് തന്നെ അമ്മായിൻ്റെ വീടിൻ്റെ അടുത്താണ് ഉമ്മാൻ്റെ വീട്. അങ്ങനെ അവരിറങ്ങി. അതിന് ശേഷമുള്ള ഉമ്മാൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ എല്ലാവരും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ടോ. മാഷാ അല്ലാ അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഏതൊരു വണ്ടിയിലും പോയിട്ട് ഇങ്ങനെ ഒരു വൈബ് കിട്ടിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അടിപൊളിയായിരുന്നു. ഇനി മഴ കൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയും പോവായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മഴ കൊള്ളാനുള്ളൊരു താല്പര്യമില്ലായിരുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ